നമസ്കാരം. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരനെതിരെ അധിക്ഷേപ വാക്കുകളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. CPI നേതാവിനെ മാക്രി എന്ന് വിളിച്ചാണ് കേന്ദ്രമന്ത്രി രംഗത്തെത്തിയത്. വടകരയിൽ ചാനൽ പരിപാടിക്കിടെ സുരേഷ് ഗോപി നാടിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ ദിവാകരന് തൃശൂരിൽ മറുപടി പറയുകയായിരുന്നു സുരേഷ് ഗോപി. വടകരയിൽ ഊരാളുങ്കൽ സൊസൈറ്റി അത് ആരുടേതാണെന്ന് അറിയാമല്ലോ, അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ. പക്ഷേ അവരാണ് യോഗ്യമായ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അവർക്ക് ഞാൻ കൂടി അംഗീകരിച്ച ഒരു പദ്ധതിയാണ് ലഭിച്ചിരിക്കുന്നത്. 95.34 കോടി രൂപയുടെ പദ്ധതി ആ മാക്രിയുടെ മൂക്കിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടത്? തൃശൂർ MPക്കിട്ട് തോണ്ടാൻ വരരുത്, ഞാൻ മാന്തി പൊളിച്ചു കളയും. അത്രയുള്ളൂ. കൊല്ലത്തെ അഷ്ടമുടിയിലെ പദ്ധതിക്ക് 59.73 കോടി രൂപ അനുവദിച്ചു. ഇതൊക്കെ കൃത്യമായി മന്ത്രി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്. തൃശൂരിന് ഫോറൻസിക് ലാബും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ട്രെയിനിംഗ് കോളേജും അനുവദിച്ചു. 8 ഏക്കർ സംസ്ഥാന സർക്കാർ നൽകണം. തിരുവനന്തപുരത്തെ നൽകൂ എന്ന് പറയുന്നത് ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണ്, സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ മറ്റൊരു പരിപാടിയിൽ സ്വർണവും ഗർഭവും ഒന്നുമല്ല നമ്മുടെ വിഷയമെന്നും ജനങ്ങൾക്ക് വേണ്ടത് വികസന വിഷയങ്ങളാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ പേരിൽ ചെമ്പ് വിവാദം കൊണ്ടുവന്നിട്ട് എന്തായി എന്നും ചോദിച്ചു. വികസനം മുന്നോട്ട് വെച്ച് വോട്ട് തേടണമെന്ന് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDA പുറത്തിറക്കിയ തൃശൂർ കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരെയും ഒരു തരത്തിലും പ്രീണിപ്പിക്കേണ്ടെന്നും പ്രീണനമാണ് ജനങ്ങൾ ഏറ്റവും വലിയ അഴിമതിയായി കാണുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങൾക്ക് വികസന വിഷയങ്ങൾ മാത്രമേ വേണ്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പാർട്ടികളും സമുദായങ്ങളും തനിക്ക് വോട്ട് ചെയ്തുവെന്നും കേന്ദ്രമന്ത്രി പറയുകയും ചെയ്തു. CPM, CPI, കോൺഗ്രസ് പാർട്ടികളുടെ വോട്ടുകൾ BJPക്ക് ലഭിച്ചു. അന്നത്തെ കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറയുകയും ചെയ്തു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ലെന്നും മുരളീധരൻ തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോഴും അത് മുരളിച്ചേട്ടനല്ലേ എന്നാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണ്ണ ഗർഭ കേസുകൾ ചർച്ച ചെയ്യാൻ ഞാനില്ലെന്നും എനിക്ക് വികസന ഫോക്കസ് വിടാൻ കഴിയില്ലെന്നും താൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിരിവെടുത്തോയെന്നും സുരേഷ് ഗോപി ചോദിച്ചു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM നേതാവിനെതിരെ അധിക്ഷേപ വാക്കുകളുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നത്. മാക്രി എന്ന് വിളിച്ചാണ് സുരേഷ് ഗോപി ആദ്യമേ തുടങ്ങിയത്.